ഫ്രണ്ട്സ്, ഇന്നത്തെ പൊതിച്ചോറ് കേട്ടോ. പൊതിച്ചോറ് ഇത് ആർക്കുള്ളതെന്ന് നമുക്ക് വീഡിയോയിൽ വഴിയേ പറയാം കേട്ടോ. അപ്പൊ ഈ പൊതിച്ചോറ് ഒന്ന് കണ്ടു നോക്കുക. നല്ലൊരു വാഴയിലക്കകത്ത് ഉപ്പും വെളിച്ചെണ്ണയും തൂത്ത് നന്നായിട്ട് വാട്ടിയതിനകത്തിലോട്ട് നമ്മുടെ എന്താ പറയുന്നത്, ക്യാരറ്റ് തോരൻ, നല്ല തേങ്ങാ ചമ്മന്തി, ചുട്ടരച്ച തേങ്ങാ ചമ്മന്തി കേട്ടോ. ചുട്ടരച്ച തേങ്ങാ ചമ്മന്തി, ചീമപ്പയർ തോരൻ, നല്ല മീൻ അച്ചാറിട്ടതാണ് ഞാൻ വെച്ചത് കേട്ടോ. ഇതെല്ലാം കൂടെ കൂട്ടി പൊതി കെട്ടി. ഇത് ആർക്ക് കൊണ്ടുപോകാനാന്ന് നിങ്ങൾക്കറിയാം. അച്ഛൻ ഹോസ്പിറ്റലിലാന്ന് ഞാൻ കുറച്ച് ദിവസം കൊണ്ട് പറയുന്നില്ലേ. ക്യാൻറ്റീനിൽ ഇത് മുട്ട പൊരിച്ചതും കൂടെ ഒരെണ്ണം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ക്യാൻറ്റീനിലെ ഫുഡ് കഴിച്ച് അവർ മടുത്തു. അവർക്ക് അതൊന്നും കൊണ്ട് ഡൈജസ്റ്റ് ആവുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു പൊതി കെട്ടിക്കൊണ്ട് ഞാൻ ഇവരെ വാഴയിലേക്കകത്ത് കെട്ടിക്കൊണ്ട് കൊടുക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. എനിക്ക് ടിഫിൻ ക്യാരിയർ ഉണ്ട് കൊണ്ടുപോകാൻ, പക്ഷെ അതിനകത്ത് കൊണ്ടുപോകുന്നതിനേക്കാളും എനിക്കിഷ്ടം ഇങ്ങനെ വാഴയിലേക്കകത്ത് ആ ടേസ്റ്റ് ഒന്ന്, ആ വാഴയില അഴിക്കുമ്പോൾ ആ ടേസ്റ്റ് ഉണ്ടല്ലോ, അത് നമ്മൾ സ്കൂളിലൊക്കെ പണ്ട് കൊണ്ടുപോയിട്ടില്ലേ. ആ ഒരു ഇതാണ്. ആശുപത്രി കിടക്കുന്നവർക്ക് കുറച്ച് ദിവസം ആശുപത്രിയിലെ ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോൾ അവർക്ക് മടുപ്പ് തോന്നുവന്നേ, അവർക്ക് വായിക്ക് രുചിയായിട്ട് എന്തെങ്കിലും കൊണ്ടുപോകണം. അപ്പൊ അച്ഛനും അമ്മയ്ക്കൂടുള്ള പൊതിയാണ് കിട്ടുന്നത്. അച്ഛനും അമ്മയ്ക്കും അനിയത്തിക്കൂടുള്ള പൊതിയാണ് ഞാൻ ഈ കെട്ടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. 2 പൊതി, സത്യത്തിൽ അവർക്ക് 1 പൊതി മതി 3 പേർക്കൂടെ. പിന്നെ എൻ്റെ ഒരു നിർബന്ധത്തിന് 2 പൊതി കെട്ടിയതാണ്. അങ്ങനെ ആ പൊതിയൊക്കെ കെട്ടി അവർക്കുള്ള പൊതിയൊക്കെ റെഡിയാക്കി. അപ്പം ഈ പൊതി അഴിച്ച് കഴിക്കുമ്പോൾ 100% ഞാൻ ഉറപ്പ് പറയുന്നു, അവർ ആസ്വദിച്ച് കഴിക്കുക. അതുപോലെ നല്ലൊരു സൂപ്പർ ഒരു പൊതിയാണ്. ഈ പൊതി കൊണ്ട് കൊടുത്തിട്ട് വന്നിട്ട് വേണം, എനിക്കിവിടെ ഇത്തിരി പണിയുണ്ട്. അതെന്താന്ന് ഞാൻ വഴിയാ പറയുന്നത്. അമ്പഴങ്ങ അച്ചാറും ഞാൻ വെച്ചു കേട്ടോ. അയ്യോ, അത് പറയാൻ മറന്നുപോയി. അപ്പം ഇതാ പൊതിയൊക്കെ പാക്ക് ചെയ്ത് എല്ലാം റെഡിയാക്കി പൊതിഞ്ഞ്. ഈ പ്ലാസ്റ്റിക് എന്തിനാ ഇട്ടേക്കുന്നതെന്ന് അറിയില്ല. ഇല ഇല്ല, ഇവിടെങ്ങും ഇല കിട്ടാനില്ലെന്നേ. വാഴയിലേക്ക് ഭയങ്കര ക്ഷാമതിനൂടെ, അതുകൊണ്ടാണ് ഞാൻ അത് ഇട്ടേക്കുന്നത്, പൊട്ടിപ്പോവാതിരിക്കാൻ. പക്ഷെ അത് ടച്ച് ചെയ്യുന്നില്ല. പൊതി കെട്ടി ഞാൻ ആശുപത്രിയിലേക്ക് കൊടുക്കാൻ പോവാണ്. പോയിട്ട് വന്നിട്ട് കുറച്ച് പരിപാടി ഉണ്ട്. ആ പരിപാടിയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനിവിടെ നല്ലൊരു പുഴുക്ക് പുഴുങ്ങിയിട്ടുണ്ട്. ഒരു കല്ലിനകത്ത് അരച്ച് കാന്താരിയും ചുവന്നുള്ളിയും എല്ലാം കൂടെ അരച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കുന്നത്. ഇത് എന്തിനാണെന്ന് അറിയാമോ? ഇതൊരു സാധനം തിന്നാനാ. കാണിച്ചു തരാം നിങ്ങളെ. ഇതങ്ങോട്ട് തിന്നുമ്പോൾ എൻ്റെ ദൈവമേ, ഈ കാന്താരി ഇങ്ങനെ കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഇവിടെ എൻ്റെ മുറ്റത്തുള്ള കൊല്ലയിലെ കാന്താരിയാണ്. പക്ഷെ ഇതിങ്ങനെ കഴിക്കാൻ പറ്റൂലെന്നേ, ഭയങ്കര എരിയാ. ഇത്തിരി തൈരൊക്കെ കൂട്ടി അനുവേട്ടന് ഞാൻ കൊടുത്താ കേട്ടോ. തൈരൊക്കെ ഒഴിച്ച് എന്തോ ടേസ്റ്റാണെന്നറിയാം കാന്താരി. എനിക്ക് ഭയങ്കര ക്രൈസാണ് കാന്താരി കഴിക്കുന്നത്. ആ കാന്താരിയുടെ മണം ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കാന്താരിയൊക്കെ കൂട്ടി ഇച്ചിരി, എൻ്റെ പ്ലേറ്റിൽ ഞാൻ ഇച്ചിരി മീൻകറിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടി കുഴച്ച് ഒരടി അടിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.